ഹലോ, വെൽക്കം ടു നീതൂസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് കുറേ പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുമ്പ് ബട്ടർ പേപ്പർ ഉണ്ടാക്കുന്നതും സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ഓയിൽ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് രണ്ട് സൈഡും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഫുള്ളായിട്ട് ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സസീവ് ആയിട്ടുള്ള ഓയിൽ ഫുള്ളും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് റബ്ബ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് നമ്മൾ പിൻട്രസ്റ്റ് നോക്കിയിട്ടോ നമ്മൾക്ക് വേണ്ട നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് പിൻട്രസ്റ്റിൽ അടിച്ചു കൊടുത്താൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുക. അതെല്ലാം വരയ്ക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ മുകളിലായിട്ട് A4 ഷീറ്റ് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ട്രൈസ് ചെയ്തിട്ട് എന്തൊക്കെ ഒരുപാട് അമർത്തി പിടിക്കരുത്. അപ്പോൾ ട്രൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് ട്രൈസ് ചെയ്ത് കൊടുത്താലും ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഞാനിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. ഇത്തവണ കുറച്ച് വലിയ സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഒന്ന് വലുത് പിടിക്കാം, വലുത് വരച്ച് നോക്കാമെന്ന് കരുതിയിട്ട് വലുതാണ് വലിയ വലിയ സ്റ്റിക്കേഴ്സാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന് അടിപൊളിയായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ പിക്ചേഴ്സും നമ്മൾ വരച്ച ഓരോ പിക്ചേഴ്സും അടിപൊളിയായി പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ വരച്ചു കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യണം കേട്ടോ. സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എയർ ബബിൾസോ കാര്യങ്ങളൊന്നും വരാതെ നോക്കണം. കാരണം എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് ഓരോ സ്റ്റിക്കേഴ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് വൈറ്റ് ബോർഡർ വിട്ടിട്ട് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം എല്ലാം സെറ്റാക്കി വെച്ച് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ പേപ്പർ എടുത്തിട്ട് ബട്ടർ പേപ്പറിലും ഇതുപോലെ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിലും എയർ ബബിൾസ് കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ, ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് ഓവറായിട്ട് തോന്നുന്നത്, ക്ഷമയോടെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം നീറ്റായിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് നീറ്റായി ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും നമ്മൾ ഇതിൽ ഇങ്ങനെ ഓർഡറിൽ വെച്ചതിന് ശേഷം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാപ്പ് പോലും വരാതെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യണം കേട്ടോ. നീറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കണം. എങ്കിലും നമുക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സ്റ്റിക്കേഴ്സിന് അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇതും ഇതുപോലെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് ബോർഡർ വിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബോർഡർ വിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും ഇങ്ങനെ വൈറ്റ് ബോർഡർ വിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഷീറ്റിലേക്ക് ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കാനായിട്ട് ഒന്ന് ഇതുപോലെ ഞാനൊന്ന് പറിച്ചെടുത്ത് നോക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടാമത്തെ സ്റ്റിക്കർ എടുത്ത് ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.